സുഹൃത്തുക്കളെ, ഒരു തമാശ പറയാനാണ് ഈ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മളെ ട്രംപ് ഉണ്ടല്ലോ, ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റ്, അദ്ദേഹം വളരെ ചരിത്രത്തിൽ തമാശയോടുകൂടിയുള്ള ഒരു പ്രഖ്യാപനം നടത്തി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കാൻ പോകുന്നു. അതിൽ എല്ലാ രാജ്യങ്ങളും അംഗങ്ങളാവണമെന്നും അതിന് വരിസംഖ്യയും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പങ്കാളിത്തത്തിനുള്ള അപേക്ഷയും ഫീസും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് അത് ഒരു 1600 AD ഏകദേശം ഇതേ മനോഭാവത്തോടു കൂടി ഇംഗ്ലണ്ടിൽ നടന്ന 31/12/1600 ഇംഗ്ലണ്ടിൽ നടന്ന ഒരു കമ്പനി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന കമ്പനിയുടെ ഒരു തനിയാവർത്തനം ഏകദേശം 500 കൊല്ലങ്ങൾക്ക് ശേഷം പുതുതായി നടക്കുകയാണെന്നാണ്. അതിൽ ഏകദേശം വില്യം കാർനെഡിച്ച്, ജോർജ് ക്ലിഫോർഡ്, ജോൺ ജെയിംസ്, ലങ്കാസ്റ്റർ ജോൺ, സ്പെൻസർ ജോൺ വാട്ട് മുതലായവരും പിന്നെ കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇവിടെ നേതൃത്വം ഒരാൾക്ക് മാത്രമാണ്. അയാളുടെ ജീവാവസാനം വരെ അതിൻ്റെ ചെയർമാന് നമ്മളെ ട്രംപ് തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അത് ലാഭം ഉണ്ടാക്കാനുണ്ടായ അല്ലെങ്കിൽ ഒരു കവർച്ചാ സംഘത്തിൻ്റെ തുടർച്ചയായിരുന്നു എന്നും ആ കവർച്ചയിലാണ് ഇന്ത്യ പോലും അവർ സ്വന്തമാക്കി അതിൽ നിന്നുള്ളത് മുഴുവൻ അടിച്ചു മാറ്റിയതെന്നും 1857 അത് നഷ്ടപ്പെട്ടതെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം അത് 1874 വരെ അത് കണ്ടിന്യൂ ചെയ്തു. അതിനിടയിൽ അവർ കോടി കണക്കിന് രൂപ ഉണ്ടാക്കിയെന്നർത്ഥം. അതൊക്കെ കവർച്ചയുടെ ഭാഗമായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര സമ്പത്തുണ്ടായി. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ ഈ 2026 നമ്മുടെ ട്രംപിൻ്റെ വകയായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൽ കുറേ അംഗങ്ങൾ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന അതേ കവർച്ചാ മനോഭാവത്തോടു കൂടി, അതേ ആർത്തിയോടുകൂടി കുറേ ആൾക്കാർ ട്രംപിൻ്റെ കൂടെ ചേർന്നുണ്ട്. കുറേ ഇസ്ലാമിക രാജ്യങ്ങളും കുറേ മറ്റ് രാജ്യങ്ങളൊക്കെ പാടെ കൂടിയിട്ട്. എന്തായാലും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നും എന്തായാലും ദാവോസിൽ വെച്ച് നടന്ന ട്രംപിൻ്റെ ബോർഡ് ഓഫ് പീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് അതെന്തിൻ്റെ പേരിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റീകൺസ്ട്രക്ഷൻ ഓഫ് ഗാസ എന്ന പേരിലാണ്. ഗാസ എന്ന് പറഞ്ഞ രാജ്യം സ്വന്തമാക്കിയിട്ട് അതിൽ പരമാവധി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ലോഡ്ജുകളും മറ്റൊക്കെ നടത്തി നല്ല റിയൽ എസ്റ്റേറ്റ് നടത്തി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്
അവരുടെ ആഗ്രഹം നടത്തും. എന്തായാലും ഈ ട്രീറ്റി എത്ര കണ്ട് വിജയിക്കുമെന്നും ഈ ആധുനിക കാലത്ത് അതിന് സാധ്യതകളുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അർത്ഥം. പ്രത്യേകിച്ച് അങ്ങനെ മറ്റുള്ളവരുടെ അധ്വാനവും ധനവും സ്വന്തമാക്കണം എന്നുള്ള ആർത്തിയുടെ കാലം കഴിഞ്ഞു എന്ന് തോന്നുന്ന ഈ കാലത്ത്, പ്രത്യേകിച്ചും അന്നൊക്കെ എല്ലാ രാജ്യങ്ങളുടെയും മനസ്സിൻ്റെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ ഉള്ളിരിപ്പ് കരിയുന്നത്ര മറ്റുള്ളവരുടെ സമ്പത്ത് സ്വന്തമാക്കി സുഖിക്കണം തന്നെയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. കുറേയൊക്കെ ഡെമോക്രറ്റൈസ് ചെയ്ത സമൂഹമാണിത് നടത്തും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എങ്ങനെ ഈ ബോർഡ് ഓഫ് പീസ് എന്ന ഈ പുതിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ വിജയിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ജയ് ഹിന്ദ്.